നമ്മ ഒന്നരാടം ദിവസങ്ങളില് നമ്മ മുളക് ഇതേപോലെ പഴുക്കണത് മൊത്തം എടുത്തിട്ട് നമ്മ ഇതേപോലെ കണ്ട ഇതുപോലെ ഉണക്കി വെച്ചേക്കണ മുളകാണിച്ചത് കണ്ട നല്ല കിലുകിലാന്ന് ഉണങ്ങിയേക്കണണ്ടില്ലേ. നമുക്ക് ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിലെ മുളക് തന്നെ നമുക്ക് ഉണക്കി നമുക്ക് പൗഡറാക്കി നല്ല പൗഡർ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് നല്ല എരിവുള്ള പൗഡർ ആയാലും കുറച്ച് പൗഡർ ഇട്ടാൽ മതി. കണ്ട എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണ എന്റെ ബുള്ളറ്റ് മുളകിന്റെ അടുത്താണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ബുള്ളറ്റ് മുളക് പഴുത്തതൊക്കെ പറിക്കണം. നമുക്ക് മുളക് പൊടി ഉണ്ടാക്കാനാണ്. അപ്പൊ നമ്മിപ്പോ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പഴുത്ത മുളകുകള് പറിച്ചെടുത്തിട്ട് ഉണക്കി വെച്ചിട്ടാണ് പൗഡർ ഉണ്ടാക്കണത്. അപ്പൊ നമുക്ക് മുളക് പറിച്ചു തുടങ്ങാം. അപ്പൊ ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞാൽ കണ്ട ഇഷ്ടം പോലെ കായ്ക്കണതാണ്. നമുക്ക് ഒരുപാട് നാള് വിളവ് കിട്ടണത് കൊണ്ടിട്ട് ബുള്ളറ്റ് മുളക് ഇഷ്ടം പോലെ മുളകാണ് നമ്മുടെ മുളക് ചെടിമേലുള്ളത്. അപ്പൊ നമുക്ക് വലിയ ഒരു പരിചരണവും വേണ്ട, കീടങ്ങളുടെ ശല്യങ്ങളും കുറവാണ്, മുരടിപ്പും കുറവാണ് ഈ മുളകിന്. പിന്നെ നല്ല എരിവാണ്, നല്ല ടേസ്റ്റ് ഒക്കെയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു മുളക് തന്നെയാണ് ബുള്ളറ്റ് മുളക്. കണ്ട നല്ല കളറാണ്. നമുക്ക് കറിയിലൊക്കെന്ന് പറഞ്ഞാല് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. അതേപോലെ തന്നെ നമുക്ക് ഇത് മുളക് ചതക്കാനൊക്കെ എടുക്കൂല, അതിലും നമുക്ക് വളരെ കുറവെടുത്താൽ മതിട്ട. ഭയങ്കര എരിവാണ് ഈ മുളകിന്. അപ്പൊ കണ്ട നമ്മളിപ്പൊ ഇതേപോലെ പഴുക്കണ മാത്രമാണ് പറിച്ചെടുക്കണത്. പച്ചയും നമ്മുടെ പച്ചയുടെ ആവശ്യത്തിന് പച്ചയും എടുക്കും, പഴുത്തത് ഇതേപോലെ നമ്മൾ പറിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ നമുക്കിപ്പൊ അത് കാരണം മുളക് പൊടി മേടിക്കേണ്ടി വരുന്നില്ല. അപ്പൊ മുളകൊക്കെ നട്ട് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ അധികം മുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെയിലത്തിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഒരാഴ്ച ഒന്നും വേണ്ട ഉണങ്ങാനായിട്ട്. വെയിലത്തിട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇവിടെ ഇപ്പൊ ഞാൻ കൊറേ മുളകിന്റെ തൈകൾ നട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മ ഡ്രമ്മിലും ചെടിച്ചട്ടിയിലൊക്കെ മുളക് നട്ടിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ കണ്ടത് ഡ്രമ്മിൽ നട്ടേക്കണതാണ്. നിറച്ച് മുളകാണ് കണ്ട. നമ്മ ഇതിന് പ്രത്യേകിച്ച് യാതൊരു പരിചരണവും കൊടുക്കാറില്ല. ഇടക്ക് കടലപ്പിണ്ണാക്ക് സ്ലറി ഒഴിച്ചു കൊടുക്കും, പിന്നെ വേറെ ഒന്നും തന്നെ ചെയ്യാറില്ല. അപ്പൊ മുളക് നമ്മ ഇങ്ങനെ നട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇഷ്ടംപോലെ മുളക് പറിച്ചെടുക്കാം. ഇതിന് ഒരുപാട് നാള് നമുക്ക് വിളവ് തരോട്ടി മുളക്. നമുക്ക് വീട്ടിലെ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് തന്നെ മുളകിന്റെ കൃഷി നന്നായിട്ട് ചെയ്യാം. കണ്ട മുളക് കായ്ച്ചെടുക്കണില്ല. ഇതേപോലെയാണ് മുളക് കായ്ക്കണ. കണ്ട എന്താ ഭംഗിന്ന് നോക്കിയ മുളക്. അപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നമ്മൾ നട്ടേക്കണത് കേട്ടാ. സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടയാണെങ്കിൽ കീടങ്ങളുടെ ശല്യവും കേടൊക്കെ കുറവായിരിക്കുള്ളൂ. നമുക്കിനി ഈ വിത്തനെ പാകി മുളപ്പിച്ച് തൈകള് ഉണ്ടാക്കുകയും ചെയ്യാട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം മുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ട് കഴിഞ്ഞാല് നമ്മുടെ വിത്തന്നെ എടുത്ത് പാകി മുളപ്പിച്ചാൽ മതി. ഇതേപോലെ നമ്മ മിക്ക ദിവസങ്ങളിലും ഇത് പറിക്കാറുണ്ട് കേട്ടോ. കണ്ട മുളകിന്റെ വെയിറ്റ് കൊണ്ട് കണ്ട വെയിറ്റ് കൊണ്ടിട്ടാണ് ഈ മുളക് ചെടി ചാഞ്ഞ് കിടക്കണത്. അപ്പൊ മുളക് പറിക്കുമ്പോ നമ്മ നെട്ടേപ്പാടെ വേണോട്ടെ മുളക് പറിക്കാനായിട്ട്. നമ്മ എപ്പോഴും മുളക് നെട്ട് ഉൾപ്പെടെ കണ്ട് ഇങ്ങനെ വേണം മുളക് പറിക്കാൻ. നെട്ട് അവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് പുതിയ ചെനപ്പുകളൊന്നും വരൂല. അപ്പൊ ഇതേപോലെ വേണം വിളവെടുക്കാനായിട്ട്. നമ്മുടെ ചെടിച്ചട്ടിയിലും ഈ ഗ്രോ ബാഗില് എന്തിലും വേണം നമുക്ക് മുളക് കൃഷി ചെയ്യാട്ടോ. ചാക്കിലൊക്കെ നമുക്ക് മുളക് കൃഷി ചെയ്യാം. പിന്നെ ഈ മുളക് പ്രത്യേകിച്ച് ഇതേപോലെ നമുക്ക് ഇഷ്ടംപോലെ കണ്ട ഇഷ്ടംപോലെ മുളകാണ് എല്ലാ ടൈമിലും കായ്ച്ചെടുക്കുന്നത്. അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു. നമ്മ ഒന്നരാടം ദിവസങ്ങളില്
നമ്മ മുളക് ഇതേപോലെ പഴുക്കണത് മൊത്തം എടുത്തിട്ട് നമ്മ ഇതേപോലെ കണ്ട ഇതുപോലെ ഉണക്കി വെച്ചേക്കണ മുളകാണിട്ടത് കണ്ട നല്ല കിലുകിലാന്ന് ഉണങ്ങിയേക്കണില്ലേ. നമുക്ക് ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിലെ മുളക് തന്നെ നമുക്ക് ഉണക്കി നമുക്ക് പൗഡറാക്കി നല്ല പൗഡർ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് നല്ല എരിവുള്ള പൗഡർ ആയാലും കുറച്ച് പൗഡർ ഇട്ടാൽ മതി കണ്ട. ഇതേപോലെ ഇതാന്ന് വെക്കണ്ട ഇതേപോലെ നമുക്ക് മുളക് ഉണങ്ങി കിട്ടും കണ്ട. അപ്പൊ നിങ്ങ വീട്ടില് കൃഷി ചെയ്തിട്ട് മുളകൊക്കെ ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ അധികം മുളകൊക്കെ കൃഷി ചെയ്യണവർക്ക് ഇതേപോലെ പഴുപ്പിച്ചിട്ട് നമുക്ക് പൗഡർ ഇതേപോലെ കണ്ട ഉണക്കി വെച്ച് കഴിഞ്ഞാല് നമുക്ക് മുളക് ചതക്കാനൊക്കെ മുളക് എടുക്കൂല, അതിനും എടുക്കാം, നമുക്ക് പൗഡർ ആക്കാനും എടുക്കാം. അപ്പൊ എല്ലാവരും വീട്ടില് ബുള്ളറ്റ് മുളകൊക്കെ കൃഷി ചെയ്യണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മുളകിന്റെ ഇനമാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടിയ ഇനമാണ്. അപ്പൊ നമുക്ക് കീടങ്ങളുടെ ശല്യം കുറവാണ്, അതേപോലെ തന്നെ മുരടിപ്പൊക്കെ രോഗങ്ങളും കുറവാണ് ഈ മുളകിന്. അപ്പൊ ഞാൻ മുമ്പ് ഇതേപോലെ തന്നെ സിറാമുളകും ഇതേപോലെ തന്നെ കൃഷി ചെയ്തിട്ട് പൗഡർ ആക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ കണ്ട നമുക്ക് ഇതേപോലെ നമ്മുടെ വീട്ടില് മുളക് കൃഷിയൊക്കെ ചെയ്താൽ നമുക്ക് ഇതേപോലെ നമുക്ക് മുളകൊക്കെ പറിച്ച് നമ്മുടെ എല്ലാ ഉപയോഗത്തിനും ചതക്കാനായാലും പൗഡർ ആക്കാനായാലും കറിയിലിടാനൊക്കെ അതിൽ ഉപയോഗിക്കാം. അപ്പൊ എല്ലാവരും വീട്ടില് ബുള്ളറ്റ് മുളകൊക്കെ കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.